പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഷാലോം ഫെലോഷിപ്പ് നൈറ്റിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 118 സങ്കീർത്തനത്തിൻ്റെ 24 വചനം വളരെ മനോഹരമായ ഒരു തിരുവചനമാണ്. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കും, കർത്താവ് ഒരുക്കിയ ദിനമാണ് ഇന്ന്, നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. കർത്താവ് ഒരുക്കിയ ദിനമാണ് ഇന്ന്. ഷാലോം പീസ് ഫെലോഷിപ്പിലുള്ള നിങ്ങളെ ഓരോരുത്തരെയും സന്ദർശിക്കാൻ, നിങ്ങളെ അനുഗ്രഹിക്കാൻ, നിങ്ങളെ മാനിച്ചുയർത്താൻ, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ കർത്താവ് ഷാലോമിലൂടെ തിരഞ്ഞെടുത്ത ഒരു അത്ഭുത ദിവസത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. വിശ്വാസത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ നമ്മളിങ്ങനെ കാണുന്നു, സ്വീകാര്യമായ സമയത്ത് നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ നിന്നെ ഞാൻ സഹായിക്കും. അനേകം ഫെലോഷിപ്പ് നൈറ്റിൽ ഞാൻ നിങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം സ്വാർത്ഥകമായി തീർന്നിട്ടുണ്ട്. ഇനിയും തുറക്കാത്ത വാതിലുകൾ തുറക്കുന്ന, കേൾക്കാത്ത പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്ന, സ്വർഗം ഇറങ്ങി വരുന്ന ഒരു ദിവസമായി ഈ ദിവസത്തെ കർത്താവ് കാണുകയാണ്. കാരണം ഷാലോമിൻ്റെ ചാപ്പലുകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രഭാതം മുതൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ തീവ്രമായി തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പരിസമാപ്തിയിൽ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയണം, ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ കർത്താവ് എന്നെ സന്ദർശിക്കും, എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കും. കാരണം ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ ഇന്നലകളിൽ ഷാലോമിനോട് ചേർന്ന്, ഷാലോമിൻ്റെ ദൗത്യത്തോട് ചേർന്ന് ഷാലോം പീസ് ഫെലോഷിപ്പിനായി നിങ്ങൾ സമർപ്പിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ സമയങ്ങൾ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ പ്രാർത്ഥനകൾ എല്ലാം അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമായി ഈ ശുശ്രൂഷയിൽ കർത്താവ് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനാൽ തന്നെ ഈ രാത്രിയിൽ, ഈ ദിവസം പ്രത്യേകമായി കർത്താവ് നിങ്ങളെ സന്ദർശിക്കും, അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരണം. ബൈബിളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, സുഭാഷിതങ്ങൾ 28:20. അവിടെ ശ്രദ്ധയോടെ നമ്മൾ വായിക്കണം, ധ്യാനിക്കണം. വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. ദൈവരാജ്യത്തിൻ്റെ ഈ കെട്ടുപണിയിൽ വർഷങ്ങളായി അവിശ്വസ്തത കൂടാതെ വിശ്വസ്തയോടെ നിങ്ങളുടെ സമയം, സമ്പത്ത്, നിങ്ങളുടെ പ്രാർത്ഥനകൾ, സമയമെല്ലാം മാറ്റിവെച്ച് വിശ്വസ്തത തെളിയിച്ചവരാണ് ഷാലോം പീസ് ഫെലോഷിപ്പിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും. നിശ്ചയമായും ഷാലോമിലൂടെ ദൈവം ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന ഈ അത്ഭുത ശുശ്രൂഷയിൽ പിൻപിൽ നിന്ന് വിശ്വസ്തയോടെ നിന്ന നിങ്ങളുടെ ജീവിതം ഇന്ന് സമൃദ്ധമായി മാനിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ആ ബോധ്യത്തോടെ വേണം ഇന്നത്തെ ആരാധനയിലും പ്രാർത്ഥനകളിലും എല്ലാം നാം പങ്കുപറ്റാൻ. പ്രിയപ്പെട്ടവരെ, ലൂക്കാ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൽ ശതാധിപനായ ഒരു മനുഷ്യൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്താൻ യേശു കടന്നു പോകുന്നുണ്ട്. അവൻ പോകുന്ന വഴിയിൽ ചില യഹൂദ പ്രമാണികൾ ഇങ്ങനെ പറഞ്ഞു, ഗുരു, അങ്ങ് ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. വാക്കുകൾ ശ്രദ്ധിക്കണമേ. അങ്ങ് ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. കാരണം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, മാത്രമല്ല നമുക്കായി ഒരു സിനഗോഗ് അവൻ പണിത് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ദൈവപ്രവൃത്തി ഉണ്ടല്ലോ, പ്രാർത്ഥനയുണ്ടല്ലോ, അത് ഇന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ നിലവിളിക്കുന്നുണ്ട്. എൻ്റെ കർത്താവേ, ഇവർക്കിത് ചെയ്തു കൊടുക്കാൻ, ഇവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കാൻ, ഇവരുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ ഇവർ അർഹരാണ്, ഇവർ യോഗ്യരാണ്. കാരണം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഷാലോമിനോട് ചേർന്ന് നിന്ന് വിശ്വസ്തരായി പൊരുതിയവരാണ് നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതിനാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കണം, ഈ രാത്രിയിൽ, ഈ ദിവസം കർത്താവ് എന്നെ മാനിക്കും, അനുഗ്രഹിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കണം. അടഞ്ഞ വഴികൾ, വാതിലുകൾ ഇന്നത്തെ ആരാധനയിൽ, പ്രാർത്ഥനയിൽ കർത്താവ് തുറക്കും. വെളിപാട് 3:8.
അവിടെ ഇങ്ങനെ നമ്മൾ വായിച്ചെടുക്കും. പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനുമായവൻ അരുളി ചെയ്യുന്നു, ഇതാ നിൻ്റെ മുമ്പിൽ ഞാനൊരു വിശാലമായ വാതിൽ തുറന്നു വെക്കുന്നു. അത് അനുഗ്രഹത്തിൻ്റെ വാതിലാണ്, അഭിഷേകത്തിൻ്റെ വാതിലാണ്, പരിശുദ്ധിയുടെ വാതിലാണ്, നമ്മുടെ സങ്കടങ്ങൾ പരിഹരിക്കുന്ന സ്വർഗത്തിൻ്റെ ഇടപെടലിൻ്റെ വാതിലാണ്. ഇത് ഈ രാത്രി നിങ്ങൾ വിശ്വസിക്കണം, ഈ ആരാധനയിൽ നിങ്ങൾ വിശ്വസിക്കണം, ഹൃദയപൂർവ്വം നിങ്ങളതിൽ പങ്കുചേരണം. നമുക്ക് സന്തോഷത്തോടെ കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തെ വീണ്ടും ചേർത്ത് വെക്കാം. ഇങ്ങനെ വചനം നമ്മോട് സാക്ഷിക്കുന്നില്ലേ? ഹബക്കൂക്കിൻ്റെ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളിൽ ഞാൻ ചെയ്യും. ആ വചനം ഈ രാത്രിയിൽ, ഈ പ്രാർത്ഥനാ വേളകളിൽ നിറവേറുന്ന ധന്യ നിമിഷങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരികയാണ്. തുടർന്നുള്ള ദിവ്യകാരുണ്യ ആരാധനയിലേക്കും പ്രാർത്ഥനയിലേക്കും സന്തോഷത്തോടെ സ്നേഹത്തോടെ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ. ദൈവം ഈ രാത്രിയിൽ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആരാധിച്ചിടുവാനായി അങ്ങേ സന്നിധി തന്നിൽ ചേരുന്നു, പാടുന്നു, നാമം വാഴ്ത്തുന്നു. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു, നാമം വാഴ്ത്തുന്നു. ഹല്ലേലൂയ പാടി ആരാധിക്കാം. ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശി ഹല്ലേലൂയ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മധ്യേ കടന്നു വന്ന ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥനെ നന്ദിയോടെ നമുക്ക് ആരാധിക്കാം. ഈശോയെ, അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം. അവിടുന്നാണ് ഈ മിനിസ്ട്രിയോട് എന്നെ ചേർത്ത് നിർത്തിയത്. ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ്. എൻ്റെ സമർപ്പണത്തിലൂടെ, എൻ്റെ ജീവിതത്തിലൂടെ അവിടുന്ന് ഉയർത്തപ്പെട്ടതിനായി, അനേകർക്ക് അനുഗ്രഹമായി എൻ്റെ ശുശ്രൂഷ ജീവിതം മാറ്റിയതിനായി ഞാൻ നന്ദി പറയുന്നു. യേശുവേ, അങ്ങ് എനിക്ക് മതിയായവനാണ്. ഞാൻ അങ്ങയെ ആരാധിക്കും. ഞാൻ അങ്ങോട്ട് ചേർന്ന് നിൽക്കും. ഞാൻ എൻ്റെ കുടുംബം അങ്ങയെ മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. അവിടുന്ന് ആത്മാവായ ദൈവം ഈ സമയങ്ങൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഈശോയെ വിളിക്കാം. നമ്മൾ എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് നമ്മളെ ദൈവത്തെ വിളിക്കാം. ഇരു കരങ്ങളും ഒരിക്കൽ കൂടി ഉയർത്തി, യേശുവേ എൻ്റെ രക്ഷക, നീ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണമേ. കർത്താവേ, എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. ആ ബോധ്യത്തോടെ നമുക്ക് ഈശോയെ വിളിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മുടെ കരങ്ങൾ നെഞ്ചോർന്ന് ചേർത്ത് പിടിച്ചത് പാടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ഇന്ന് പ്രഭാതം മുതൽ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് കർത്താവായ ഈശോയെ, എല്ലാ രോഗികളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാ രോഗികളെയും പ്രിയപ്പെട്ടവരുടെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്യാൻസർ രോഗികളെയും, കിഡ്നി രോഗികളെയും, ഹൃദയ സംബന്ധമായ രോഗം മൂലം വേദനിക്കുന്നവർ, ഉദരസംബന്ധമായ രോഗം മൂലം വേദനിക്കുന്നവർ, ആക്സിഡൻറ്റുകളൊക്കെ പറ്റി ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നവർ, കർത്താവെ, അതുപോലെ രോഗികളായ കുഞ്ഞുങ്ങൾ, ഇങ്ങനെ വിവിധ വ്യത്യസ്തങ്ങളായ വേദനയിലൂടെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരോട് അവിടുന്ന് വലിയ കരുണയായിരിക്കണമേ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയോട് എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് പറഞ്ഞ കർത്താവേ, ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ശാലോം ഫീസ് ഫെലോഷിപ്പിലെ രോഗികളായ എല്ലാ മക്കളോടും അവിടുന്ന് ഇപ്പോൾ വലിയ കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തിയെന്ന്. ദിവ്യകാരുണ്യനാഥ, ആശുപത്രി കിടക്കുകളിൽ, ഭവനത്തിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാ രോഗികളുടെ അടുത്തേക്കും അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം നൽകി അവിടുന്ന് ഇപ്പോൾ കടന്നു വരികയും അവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ. രോഗത്തിൻ്റെ നാളുകളിൽ, സഹനത്തിൻ്റെ നാളുകളിൽ തകർന്നു പോകാതെ, തളർന്നു പോകാതെ ഇരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് അധിക ബലം നൽകി രോഗികളായവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ ഓർക്കുകയാണ്, വൈദ്യശാസ്ത്രം അസാധ്യമെന്ന് പറഞ്ഞവർ, ഇനി ഒന്നും ചെയ്യുവാനില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ രോഗികൾ ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, കർത്താവെ, അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന അങ്ങയുടെ ആ ശക്തിയുടെ കരങ്ങളിലേക്ക് ഈ മക്കളെ സമർപ്പിച്ചുകൊണ്ട് സകലതും സാധ്യമാക്കുന്ന അങ്ങയുടെ വലത് കരം നീട്ടി, മുറിവേറ്റ വലത് കരം നീട്ടി അങ്ങനെയുള്ള മക്കളെ അവിടുന്ന് ഇപ്പോൾ സ്പർശിച്ച് ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവെ, ജെറമിയ 30:17 ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകളെ സുഖപ്പെടുത്തുമെന്ന്. കർത്താവെ, ഈ വചനത്തിൻ്റെ അനന്ത യോഗ്യതകളാൽ രോഗികളായ എല്ലാ മക്കളെയും അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നുപോയ അവരുടെ ജീവിതം, തളർന്നുപോയ അവരുടെ ജീവിതം, മടുത്തുപോയ അവരുടെ ജീവിതം അവിടുത്തെ ആത്മാവിൻ്റെ പുതുശക്തിയാൽ ഇപ്പോൾ ബലം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ കർത്താവെ സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ശാലോം ഫീസ് ഫെലോഷിപ്പിലെ എല്ലാ മക്കളുടെ പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അധിക ബലം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി കർത്താവെ രോഗികളെ സമർപ്പിച്ച് ഞങ്ങളിപ്പോൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ സൗഖ്യം അവരെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിന്റെ വേദനകൾ അവിടുന്ന് ഏറ്റെടുക്കണമേ. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും അങ്ങ് അധിക ബലം നൽകണമേ, സൗഖ്യം നൽകണമേ. കർത്താവെ, ആ മക്കളോട് കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അങ്ങയോടുണ്ടായിരുന്ന ആ സമർപ്പണത്തിന്റെ യോഗ്യതയാൽ, അവരുടെ വിശ്വസ്തതയുടെ യോഗ്യതയാൽ ആ മക്കളെ ഇപ്പോൾ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, രോഗികളായിരിക്കുന്ന മക്കളുടെ ഇടങ്ങളിലേക്ക്, അവരുടെ രോഗക്കിടക്കയിലേക്ക്, അവരുടെ ഭവനങ്ങളിലേക്ക്, ആശുപത്രിയിലേക്ക് അവിടുന്ന് ഇപ്പോൾ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകുന്നവനെ ആരാധന, വിടുതൽ നൽകുന്നവനെ ആരാധന, കരുണ കാണിക്കുന്നവനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ,
എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ഈശോനാഥ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് എല്ലാ SPF അംഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് അവരുടെ എല്ലാ സാമ്പത്തികമായ ആവശ്യങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് തന്നെ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ സാമ്പത്തികമായ ആവശ്യങ്ങളിലേക്ക് ഈശോയെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ എല്ലാ വരുമാന മാർഗങ്ങളെയും ഈശോയെ നീ ഏറ്റെടുക്കണമേ, ഫലപ്രദമാക്കണമേ, ഫലസമൃദ്ധിയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാ പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കുമെന്ന് അങ്ങയുടെ വചനം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് തന്നെ ഏറ്റെടുത്ത് വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മക്കളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുകയാണ് ഈശോ. കുടുംബത്തിൻ്റെ എല്ലാ സാമ്പത്തിക മേഖലകളിലേക്ക് നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെയും വേദനകളിലൂടെയൊക്കെ ആയിരിക്കാം ഈശോയെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവമേ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ. ദൈവമേ, സർവവും സാധിക്കുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് മക്കളുടെ ജീവിതങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോനാഥ. പ്രത്യേകിച്ച് ശാലോം കുടുംബം ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് വലിയ ഉത്തരം നൽകുന്നുണ്ടല്ലോ. കർത്താവെ, വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവെ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒത്തിരി സങ്കടങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോഴും ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം അവർക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന അവരുടെ ഹൃദയങ്ങളെ കർത്താവെ അങ്ങ് ഏറ്റെടുത്തണമേ, ബലപ്പെടുത്തണമേ, ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദിവികാരണ ഈശോയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്, ചേർത്ത് വയ്ക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ എല്ലാ സാമ്പത്തികമായ ആവശ്യങ്ങളെയും ഈ ദിവികാരണ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് തീർച്ചയായും നമ്മുടെ ഈ ആവശ്യത്തിൽ ഇടപെടും. ഏതൊരു വേദനിക്കുന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും, എത്ര സങ്കടകരമായൊരവസ്ഥയിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും, ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിലും എല്ലാം ഈശോ എല്ലാം അറിയുന്നു. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. വചനത്തിൽ പറയുന്നുണ്ടല്ലോ, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല. അവിടത്തേക്കെല്ലാം സാധിക്കും. നമുക്ക് ഹൃദയം കൊണ്ട് ഈ വചനത്തെ സ്വീകരിക്കാം, അതരം കൊണ്ട് അത് ഏറ്റുപറയാം. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനും ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും അങ്ങാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവമേ, വിശ്വസിച്ച് ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും സമർപ്പിച്ചുകൊണ്ട്, അവിടെയെല്ലാം അങ്ങേക്ക് പ്രവർത്തിക്കാൻ പറ്റും, അങ്ങേക്ക് ഇടപെടാൻ പറ്റും, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു നിമിഷം ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ദൈവമേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. നന്ദി ദൈവമേ, നന്ദി ദൈവമേ. സാധ്യമേ, സാധ്യമേ, യേശുവിനെല്ലാം സാധ്യമേ. സാധ്യമേ, സാധ്യമേ, യേശുവിനെല്ലാം സാധ്യമേ. ഓ ദിവ്യകാരുണ്യീശോയെ, ഓരോ SPF അംഗങ്ങളുടെയും മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ പ്രായത്തിലുള്ളവർ, വിവിധ ജീവിത മേഖലകളിലുള്ളവർ എല്ലാവരെയും ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ ചേർത്ത് വയ്ക്കുന്നു ഈശോയെ. കൈക്കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെയുള്ള എല്ലാ മേഖലകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളെ ഈ നിമിഷങ്ങൾ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു കർത്താവെ. വിവിധ പഠന മേഖലകളിലായിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ ഓർക്കുന്നു. വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ ഓർക്കുന്നു. ഈശോയെ, ഒരു നല്ല കോഴ്സിന് അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠനമെല്ലാം കഴിഞ്ഞൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തതിൻ്റെ വേദനയിലായിരിക്കുന്ന മക്കളെ ഈ നിമിഷങ്ങൾ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു കർത്താവെ. ഒരു നല്ല ജീവിത അന്തസ്സിലേക്ക് കടന്നു വരാൻ സാധിക്കാതെ, ജീവിത പങ്കാളിമാരെ കണ്ടെത്താൻ സാധിക്കാതെ വേദനിക്കുന്ന യുവതി യുവാക്കളെ ഈ നിമിഷങ്ങൾ ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാട്ടിലും വിദേശത്തുമൊക്കെയായി ജോലി മേഖലകളിൽ അലയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഈ നിമിഷങ്ങൾ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു.
ഈശോ അവരുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും അവിടുന്ന് കടന്നു വരണമേ. ഈശോയെ, അവിടുന്ന് വചനത്തിൽ പറയുന്നുണ്ടല്ലോ, നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കുമെന്ന്. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ നിമിഷങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ എല്ലാ ജീവിത മേഖലകളിലും വലിയ അനുഗ്രഹവുമായി ഈ രാത്രി അവിടുന്ന് സന്ദർശിക്കണമേ. അവരെ ഇന്ന് അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്വർഗം തുറന്ന എല്ലാ കൃപാവരങ്ങളാലും അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഇന്നും ജീവിക്കുന്ന ആ പൊന്നു തമ്പുരാനെ നമുക്കൊന്ന് കണ്ണ് തുറന്നൊന്ന് കാണാം. ആ കർത്താവ് നമ്മളോട് പറയുക, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു തമ്പുരാൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നിമിഷം ഷാലോമിൻ്റെ എല്ലാ പീസ് ഫെലോഷിപ്പിലുള്ള എല്ലാ അംഗങ്ങളെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ ഒത്തിരിയേറെ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നാളുകളായിട്ട് ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടും ഇന്നും സാമ്പത്തിക മേഖലയിൽ ഒരു അഭിവൃദ്ധി ഇല്ലാതെ വിഷമിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. അവരെല്ലാം നമുക്ക് ഈ നിമിഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. വർഷങ്ങളായിട്ട് വീടില്ലാതെ വാടക വീടിൽ കഴിയുന്ന അനേകം മക്കളുണ്ട്. സ്വന്തമായിട്ടൊരു ഭവനം ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നതാണല്ലോ. ഈശോയ്ക്ക് അറിയാമല്ലോ ഒരു സ്വന്തമായൊരു ഭവനമില്ലാത്തതിൻ്റെ ഒരു വേദന കർത്താവ് അങ്ങേക്കറിയാമല്ലോ. ഞങ്ങളിതാ പൂർണ്ണമായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അതുപോലെ തന്നെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കാത്ത അനേക യുവതി യുവാക്കൾ ഇന്നുണ്ടല്ലോ കർത്താവേ. അവരെല്ലാം ഞങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. എത്രയും വേഗം ചേർന്നൊരു ഇണയെ അവിടുന്ന് നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാത്ത അനേക ദമ്പതികളുണ്ട് കർത്താവേ. അവരെല്ലാം ഞങ്ങൾ ഈ നിമിഷം കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, അങ്ങേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം കർത്താവെ. അവിടുത്തേക്ക് ഒരു നിമിഷം മതി കർത്താവെ സൗഖ്യപ്പെടുത്താൻ, എല്ലാം നൽകാൻ അവിടുത്തേക്ക് ഒരു നിമിഷം മാത്രം മതി. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. എല്ലാം തരാൻ സാധ്യതയുള്ള ഒരു കർത്താവിനെയാണ് ഞങ്ങൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നത്. ഈശോയെ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നത്. അങ്ങേക്ക് കർത്താവേ ഈ നിമിഷം തന്നെ അവിടുന്ന് അനുഗ്രഹം ചൊരിയാൻ കഴിയും. അങ്ങേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. അവിടുന്ന് ഈ നിമിഷം തന്നെ അവിടുന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയെ, ഭവനമില്ലാത്തവർക്ക് ഭവനം അവിടുന്ന് ഒരുക്കട്ടെ. ഈശോയെ, ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടുന്ന് ചേർന്ന ഇണയെ നൽകട്ടെ. മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്കും അവിടുന്ന് മക്കളെ നൽകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നിമിഷം നമുക്ക് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ, നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ, നീ മാത്രമേ.
സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെപ്പോഴും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.